ഫുട്ബോൾ എന്ന കാൽപന്തുകളിയെ സ്നേഹിക്കുന്ന ആരും ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു പേരുണ്ട്. ക്രിസ്ത്യാനോ റൊണാൾഡോ. കേവലം ഒരു കായികതാരം എന്നതിലുപരി ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് യുവാക്കളുടെ വികാരമാണ് ഇന്ന് CR7. കഴിവുകളെക്കാൾ ഉപരി കഠിനാധ്വാനം കൊണ്ടും തളരാത്ത മനഃശക്തി കൊണ്ടും ലോകത്തിന്റെ നെറുകയിലെത്തിയ ഇതിഹാസം. 900-ൽ പരം ഗോളുകളുമായി ചരിത്രത്തിലെ മികച്ച ഗോൾ വേട്ടക്കാരൻ. എന്നാൽ ആഡംബരങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന റൊണാൾഡോയുടെ ഇന്നത്തെ ജീവിതം കാണുന്ന പലർക്കും അയാളുടെ ഭൂതകാലം അറിയില്ല. ഒരു പാവപ്പെട്ട പോർച്ചുഗീസ് ബാലനിൽ നിന്ന് ലോകം ആരാധിക്കുന്ന രാജാവായുള്ള റൊണാൾഡോയുടെ ആവേശകരമായ ജീവിതകഥയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. 1985 ഫെബ്രുവരി 5-ന് പോർച്ചുഗലിലെ മഡേറ എന്ന ചെറിയൊരു ദ്വീപിലാണ് ക്രിസ്ത്യാനോ ജനിക്കുന്നത്. ഒരു ഗാർഡനറായിരുന്ന അച്ഛൻ ദിനിസും പാചകത്തിന് പോയിരുന്ന അമ്മ ഡോളോറസും അടങ്ങുന്ന ദരിദ്രമായ കുടുംബം. ദാരിദ്ര്യം കാരണം റൊണാൾഡോ ജനിക്കാതിരിക്കാൻ അമ്മ പല വഴികളും നോക്കിയിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചോർന്നൊലിക്കുന്ന ചെറിയൊരു മുറിയിൽ തന്റെ സഹോദരങ്ങൾക്കൊപ്പമാണ് അവൻ ഉറങ്ങിയിരുന്നത്. എന്നാൽ ആ ദാരിദ്ര്യത്തിനിടയിലും റൊണാൾഡോയ്ക്ക് ആശ്വാസമായത് ഫുട്ബോൾ ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യുക. പഴയ തുണികൾ ചുരുട്ടി പന്താക്കി കളിച്ചായിരുന്നു തുടക്കം. അന്നേ അവനിലെ ഫുട്ബോൾ ഭ്രാന്ത് തിരിച്ചറിഞ്ഞ അമ്മ അവനെ പൂർണ്ണമായും പിന്തുണച്ചു. തന്റെ 15-ാം വയസ്സിലാണ് റൊണാൾഡോയുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്ന റേസിംഗ് ഹാർട്ട് എന്ന അസുഖം അവന് പിടിപെട്ടു. ഫുട്ബോൾ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. പക്ഷേ ഫുട്ബോൾ ഇല്ലാതെ ജീവിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ലേസർ സർജറിയിലൂടെ ആ പ്രതിസന്ധിയെ മറികടന്ന് ശസ്ത്രക്രിയ കഴിഞ്ഞ 3-ാം ദിവസം റൊണാൾഡോ വീണ്ടും പരിശീലനത്തിന് ഇറങ്ങി. ആ തളരാത്ത ഇച്ഛാശക്തിയാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ താരത്തിന്റെ ജനനത്തിന് വഴിയൊരുക്കിയത്. സ്പോർട്ടിംഗ് സിബിയുടെ യൂത്ത് ടീമുകളിലൂടെ അവൻ വളർന്നു. 2003-ൽ സ്പോർട്ടിംഗ് സിബിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ നടന്ന സൗഹൃദ മത്സരം. ആ കളിയിൽ റൊണാൾഡോയുടെ ഡ്രിബ്ലിംഗ് കണ്ട് യുണൈറ്റഡിന്റെ ഇതിഹാസ കോച്ച് സർ അലക്സ് ഫെർഗൂസൻ അത്ഭുതപ്പെട്ടു. കളി കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം റൊണാൾഡോയെ മാഞ്ചസ്റ്ററിലേക്ക് സ്വന്തമാക്കി. ഇതിഹാസങ്ങൾ അണിഞ്ഞിരുന്ന നമ്പർ 7 ജേഴ്സി ഫെർഗൂസൻ അവന് നൽകി. അവിടെ നിന്നാണ് CR7 എന്ന ബ്രാൻഡിന്റെ തുടക്കം. യുണൈറ്റഡിനൊപ്പം പ്രീമിയർ ലീഗ് കിരീടങ്ങളും തന്റെ ആദ്യ ചാമ്പ്യൻസ് ലീഗും റൊണാൾഡോ സ്വന്തമാക്കി. 2008-ൽ തന്റെ ആദ്യത്തെ ബാലൺ ഡിയോർ പുരസ്കാരവും നേടി ലോകത്തിലെ ഏറ്റവും മികച്ച താരമായി അവൻ മാറി. 2009-ൽ അന്നത്തെ ലോക റെക്കോർഡ് തുകക്കാണ് റയൽ മാഡ്രിഡ് റൊണാൾഡോയെ സ്വന്തമാക്കുന്നത്. റയൽ മാഡ്രിഡിലാണ് റൊണാൾഡോ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ചത്. അവിടെയാണ് ലയണൽ മെസ്സിയുമായുള്ള ഐതിഹാസിക പോരാട്ടങ്ങൾക്ക് ലോകം സാക്ഷ്യം വഹിച്ചത്. റയലിനായി കളിച്ച 438 മത്സരങ്ങളിൽ നിന്ന് 450 ഗോളുകൾ നേടി ക്ലബിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി അവൻ മാറി. റയലിനൊപ്പം 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങളും 4 ബാലൺ ഡിയോർ പുരസ്കാരങ്ങളും കൂടി റൊണാൾഡോ സ്വന്തമാക്കി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അപകടകാരിയായ സ്ട്രൈക്കറായി CR7 മാറിയ കാലഘട്ടമായിരുന്നു അത്. ക്ലബ്ബ് ഫുട്ബോളിൽ എല്ലാം നേടിയ റൊണാൾഡോ 2016-ൽ പോർച്ചുഗൽ ദേശീയ ടീമിനൊപ്പം തന്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു. പിന്നീട് ഇറ്റാലിയൻ ക്ലബ്ബായ യുവൻസിലും താൻ വളർന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിലും തിരിച്ചെത്തി ഗോളടിച്ചു കൂട്ടി. നിലവിൽ സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ നസറിന് വേണ്ടിയാണ് റൊണാൾഡോ കളിക്കുന്നത്. 39-ാം വയസ്സിലും 20-കാരന്റെ ചുറുചുറുക്കോടെ കളിക്കുന്ന റൊണാൾഡോ ഏഷ്യൻ ഫുട്ബോളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. റൊണാൾഡോയുടെ നേട്ടങ്ങൾ നോക്കാം. 5 ബാലൺ ഡിയോർ, 5 ചാമ്പ്യൻസ് ലീഗ്, കരിയറിൽ 900-ൽ പരം ഗോളുകൾ. എന്നാൽ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന റൊണാൾഡോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അയാളുടെ കഠിനാധ്വാനമാണ്. പരിശീലനത്തിന് ഏറ്റവും ആദ്യം ഗ്രൗണ്ടിലെത്തി ഏറ്റവും അവസാനം മടങ്ങുന്ന താരം. തന്റെ ശരീരത്തെ ഒരു മെഷീൻ പോലെ കാത്തുസൂക്ഷിക്കുന്ന ഡെഡിക്കേഷൻ. അതാണ് CR7-ന്റെ വിജയരഹസ്യം. കഴിവ് ജന്മനാ ലഭിക്കുന്നതാണ്. എന്നാൽ ആ കഴിവിനെ കഠിനാധ്വാനം കൊണ്ട് മിനുക്കിയെടുക്കുമ്പോഴാണ് ചരിത്രം ജനിക്കുന്നത് എന്ന് ലോകത്തിന് കാണിച്ചുകൊടുത്ത ഇതിഹാസമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഒരു സ്വപ്നം കാണാനും അതിനായി ഏതറ്റം വരെയും പോരാടാനും റൊണാൾഡോ നമ്മെ പഠിപ്പിക്കുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.